ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ലോകത്താകമാനം പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രവണതയെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള റൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് കുടിയേറ്റക്കാരെ കർശനമായി നിയന്ത്രിക്കും, കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കും എന്നുള്ളതാണ്. അതിനുശേഷം റൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരികയും അധികാരത്തിൽ വന്നതിന് ശേഷം കുടിയേറ്റക്കാർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുകയും അനധികൃതമായി US-ൽ അമേരിക്കയിൽ താമസിച്ചിട്ടുള്ള ആളുകളെ അവിടുന്ന് കയറ്റി അയക്കുകയും ഉണ്ടായി. അങ്ങനെ ഓരോ രാജ്യത്തും തുടങ്ങി വച്ചിട്ടുള്ള സ്വദേശീവൽക്കരണം, ആ രാജ്യത്തെ പൗരന്മാർക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഓരോ നയങ്ങളും രൂപീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തയിടെ ആയിട്ട് റൊണാൾഡ് ട്രംപിൻ്റെ വലങ്കൈയായി പ്രവർത്തിച്ചിരുന്ന ചാർലി കിർക്ക് എന്ന് പറയുന്ന ഒരു നേതാവിനെ അതിദാരുണമായി വെടിവെച്ച് കൊല്ലപ്പെടുകയും അത് അടുത്ത ദിവസങ്ങളിലായിട്ട് ഇന്ത്യ വംശജനായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഒരു ക്യൂബൻ പൗരൻ അതിദാരുണമായി തലയർത്ത് കൊലപ്പെടുത്തുകയും ചെയ്തപ്പോൾ കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് വന്നാൽ ഓസ്ട്രേലിയയിലും ഇതേപോലെ തന്നെ ഇന്ത്യക്കാർക്ക് നേരെയുള്ള അക്രമങ്ങൾ അതിശക്തമായി തുടരുകയും അവിടെ ഇന്ത്യക്കാർക്ക് നേരെ പല അതിക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ കുടിയേറ്റ നിയമങ്ങൾ ഓസ്ട്രേലിയയിലും കർശനമാക്കുമ്പോൾ ലോകത്തെമ്പാടുമുള്ള ജനങ്ങളുടെ ആശങ്ക വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ യൂറോപ്പിലേക്ക് വരികയാണെങ്കിൽ കുടിയേറ്റ നിയമങ്ങൾ ഏറ്റവും കർശനമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയിൽ ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കി കഴിഞ്ഞു. കുടിയേറ്റക്കാരെ കർശനമായി നിയന്ത്രിക്കും. അങ്ങനെ സ്ഥിരതാമസമില്ലാത്തവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള പല നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇംഗ്ലണ്ടിൽ അതികൂട്ടൻ പ്രകടനം നടന്നു. തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള അവരുടെ നാട്ടിൽ അവരുടെ പൗരന്മാർ മാത്രം താമസിച്ചാൽ മതി, മറ്റുള്ളവർക്ക് സ്ഥാനമില്ല, കുടിയേറ്റക്കാരെ അവിടെ നിന്ന് കർശനമായി ഒഴിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ള പടുകൂറ്റൻ പ്രകടനം നടത്തുകയും അങ്ങനെ അവിടെ അതിൻ്റെ ഫലമായി അവിടെ കുറച്ച് പേർ മരണത്തിനിടയാവുകയും ചെയ്തപ്പോൾ അത് ലോകത്തിൻ്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ലോകത്താകമാനമുള്ള സമ്പന്ന രാഷ്ട്രങ്ങളൊക്കെ തന്നെ കുടിയേറ്റക്കാർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ജനിക്കുന്നത് ഇന്ത്യയിൽ പോലുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഏത് മേഖലയിലായാലും, IT രംഗത്തായാലും, മറ്റ് എഞ്ചിനീയർ രംഗത്തായാലും, നഴ്സിംഗ് രംഗത്തായാലും ഒരുപാട് യുവാക്കൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, എങ്ങനെയുള്ള പ്രതീക്ഷയാണ്, വിദേശങ്ങളിൽ പോയി ഈ വക രാജ്യങ്ങളിൽ അമേരിക്ക, യൂറോപ്യൻ കൺട്രീസ്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ പോയി പഠിച്ച് വിദ്യാഭ്യാസം നേടി കൂടുതൽ വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ കുടിയേറ്റ നിയമങ്ങൾ വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. നമുക്കറിയാം, ഇവിടെ ഏറ്റവും കൂടുതൽ
നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനാണ്. ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് ജീവിക്കാൻ ആവശ്യമുള്ള സാലറി അവർക്ക് കിട്ടുന്നില്ല. ഓരോ ദിവസവും സാധനങ്ങളുടെ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ശമ്പളം കിട്ടാതെ വരുമ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്തിട്ട് സാധിക്കില്ല എന്ന ഒരു കാര്യത്താൽ തന്നെ അവർ വിദേശങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അതിനുവേണ്ട ഡിഗ്രികൾ സമ്പാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളുടെ തീരുമാനങ്ങൾ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നഴ്സിംഗ് പോലുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കും. അപ്പോൾ വരും കാലങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ നിയമങ്ങളിൽ അയവ് വരുത്തുകയും അവിടുത്തെ രാജ്യങ്ങൾ കുടിയേറ്റക്കാരെ അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കി രാജ്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിലൊന്നും നിരാശരാകാതെ നിങ്ങളുടെ പഠനം തുടരുക, ഉത്സാഹത്തോടുകൂടി പഠിക്കുക. ഏത് വിഷയമാണ് താല്പര്യമെന്ന് വെച്ചാൽ അത് പഠിച്ചുകൊണ്ട് നിങ്ങൾ ആ ഡിഗ്രി കൈവശപ്പെടുത്തുകയും അല്ലെങ്കിൽ തൊഴിൽ കൈവശപ്പെടുത്തുകയും വിദേശ രാജ്യങ്ങളില്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ തന്നെ തൊഴിലെടുക്കാനുള്ള മനസ്സ് കാണിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ആശ്രയിക്കാതെ തന്നെ അവിടുത്തെ നിയമങ്ങൾ കർശനമാക്കിയാൽ തന്നെ ഇവിടെ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ തന്നെ തൊഴിലെടുക്കാനുള്ള മനസ്സ് കാണിച്ച് നിങ്ങളുടെ പഠനം തുടരുക. ഏത് മേഖല, നഴ്സിംഗ് മേഖലയിലും IT മേഖലയിലായാലും എൻജിനീയറിംഗ് മേഖലയിലായാലും ഒക്കെ തന്നെ നിങ്ങളുടെ പഠനം തുടരുക, പ്രതീക്ഷയോടെ ജീവിക്കുക. വിദേശ രാജ്യങ്ങളിലില്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ജോലികൾ എടുക്കാനുള്ള മനസ്സ് കാണിക്കുക, പ്രതീക്ഷയോടെ ജീവിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.